വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടുമുറ്റത്ത് കൂവളത്തറ ആവശ്യമാണോ എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൂവളം പരിശുദ്ധിയുള്ള വൃക്ഷമാണ്. കൂവളത്തില പൂജയ്ക്ക് സ്വീകരിക്കുന്നു. ശിവന് പ്രിയപ്പെട്ടതാണ് കൂവളത്തില. ശിവൻ്റെ മുക്കണ്ണ് പോലെയാണ് കൂവളത്തില. അതായിരിക്കാം ശിവന് കൂടുതലിഷ്ടം. വിഷ്ണുവിന് തുളസി എത്രമാത്രം ഇഷ്ടവസ്തുവാണോ അതുപോലെ ശിവന് ഇഷ്ടവസ്തുവാണ് കൂവളത്തില. കൂവളത്തില കൊണ്ടുള്ള അർച്ചന ശിവന് വളരെ ഇഷ്ടമാണ്. കൂവളമാല ശിവന് ഇഷ്ടപ്പെട്ട വഴിപാടാണ്. കൂവളത്തിൻ ചെടി മുറ്റത്ത് തറകെട്ടി തുളസിത്തറ പോലെ ആചരിക്കുന്നത് ശിവപ്രീതിക്ക് നല്ലതാണ്. കൂവളത്തറയിൽ നിത്യേന സന്ധ്യാദീപം കൊളുത്തുന്നതും കൂവളത്തിനു വലം വയ്ക്കുന്നതും പുണ്യമാണ്. അത് പാപം നശിപ്പിക്കും. തുളസിയെപ്പോലെ തന്നെ കൂവളത്തിനും ഔഷധ ഗുണമുണ്ട്. കൂവളത്തിലയും വേരുമെല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നു. കൂവളത്തിലയിൽ തട്ടിവരുന്ന കാറ്റും അന്തരീക്ഷം ശുദ്ധമാക്കുന്നു. കൂവളത്തിൻ ചുവട്ടിൽ ശിവൻ്റെ സാന്നിധ്യം അഥവാ അധിവാസം ഉണ്ടെന്നാണ് പറയുന്നത്. കൂവളത്തെ ആചരിച്ചാൽ ശിവപ്രീതിയാണ് ലഭിക്കുക. കൂവളത്തെ പൂജിച്ചാൽ ശിവപൂജയുടെ ഫലമാണ് ലഭിക്കുക. എന്നാൽ കൂവളം കെട്ടുപോകുന്നത് ദോഷമാണെന്നാണ് പഴമക്കാർ പറയുന്നത്. നാരകം നട്ടളം, കൂവളം കെട്ടളം, നാപെറ്റളം, നരിയെടുത്തളം ഇവയെല്ലാം ദോഷകരമാണെന്നാണ് പഴമക്കാർ പറയുന്നത്. വീടുകളിൽ നാരകം സ്വയം കിളിച്ചു വരുന്നതാണ് ഐശ്വര്യം. കൂവളം കെട്ടുപോകുന്നത് അഥവാ ഉണങ്ങിപ്പോകുന്നത് ഐശ്വര്യക്കേടാണ്. വീട്ടിൽ കിടന്ന് നായ് പ്രസവിക്കുന്നതും നരി മരിക്കുന്നതും നന്നല്ല എന്നാണ് പഴയ ചൊല്ല്. ഇവ വരാൻ പോകുന്ന ദോഷത്തിൻ്റെ സൂചനകളാണെന്നാണ് വിശ്വാസം.